പ്രധാനമായിട്ട് ഞാൻ ഈ വീഡിയോ എടുക്കണമെന്ന് ഉദ്ദേശിച്ചതല്ല. സാധാരണ നമ്മൾ തുടരെ കുറേ വീഡിയോ ഇതുപോലെ കവർ ചെയ്ത് പോകുന്നതാണ്. പ്രത്യേകിച്ച് ഇസ്രായേൽ, ഗാസ, ഹമാസ് വിഷയങ്ങളൊക്കെ പറ്റി നമ്മൾ ഉടനീളം നമ്മൾ ചർച്ച ചെയ്യാറുണ്ട്. ബൈ ഡീഫോൾട്ട് തന്നെ നമ്മൾ ഇതിനെക്കുറിച്ച് ആവർത്തിച്ച് ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. ഗാസയിലെ എയ്ഡുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ. അപ്പോൾ ഇതിൽ ഒരു നിർണായകമായിട്ടുള്ള പോയിന്റ് പറയേണ്ടതുണ്ട്. തീർച്ചയായിട്ടും നമ്മളുടെ പ്രേക്ഷകരത് അറിയേണ്ടതുണ്ട്. ഞാൻ ഇന്നലെ ശ്രദ്ധിക്കുമ്പോഴത്തേക്കും കേരളത്തിൽ വളരെ പോപ്പുലറായിട്ടുള്ള ഒരു ചാനലിൽ ഒരു പരിപാടിയുണ്ട്, ലോകജാലകം. നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും, അനുഭവം ഉണ്ടായിരിക്കും. വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു മാധ്യമ പ്രവർത്തക തന്നെയാണ് അത് അവതരിപ്പിക്കുന്നത്. അവർ എത്രമാത്രം ഫർണിഷ്ഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് കൊണ്ടുവരുന്നു എന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല. പക്ഷേ അവർ പൊതുവിൽ കേരളത്തിൽ സ്ട്രീം ലൈനിലുള്ള മെയിൻ സ്ട്രീം മാധ്യമങ്ങളെല്ലാം തന്നെ BBC, CNN, ഇതുപോലത്തെ റൈറ്റേഴ്സ്, ഇതേപോലത്തെ പ്രശസ്ത മാധ്യമങ്ങൾ പബ്ലിഷ് ചെയ്തിരിക്കുന്ന വാർത്തയിൽ നിന്നാണ് ഇവർ കംപ്ലീറ്റ് കാര്യങ്ങളും കൊണ്ടുവരുന്നത്. പക്ഷേ നേരെ മറിച്ച് ഗ്രൗണ്ട് റിയാലിറ്റിയുമായിട്ട് ഇവരിത് കമ്പയർ ചെയ്ത് നോക്കുന്നോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല. വാർത്ത വളരെ ടോപ്പ് ലെവലിൽ മാത്രം ഇങ്ങനെ അവതരിപ്പിച്ച് പോകുന്നതായിട്ട് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അപ്പോൾ അത് കണ്ടതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. കാരണം ഗാസയിൽ എയ്ഡ് വിതരണം നടത്തുന്നതുമായിട്ട് ബന്ധപ്പെട്ട് 2-3 കാര്യങ്ങൾ അവർ പറയാതെ പോയിട്ടുണ്ട്. അത് എനിക്ക് പറയേണ്ടതുണ്ട്. കാരണം ഈ ഗാസയിൽ എയ്ഡ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ചില്ലറ പണിയല്ല. ഗാസയിൽ എയ്ഡ് കൊടുക്കുക എന്ന് തന്നെ ആദ്യം പറയാൻ പാടില്ല. കാരണം ഗാസയിലെ എയ്ഡ് ഗാസയുടെ ഗേറ്റ് വരെ പോകുന്നുള്ളൂ. എയ്ഡ് എന്ന പേരിൽ ഗാസയ്ക്കുള്ളിൽ ആ വണ്ടി കടന്നങ്ങ് കയറി കഴിഞ്ഞാൽ ആ ട്രക്ക്, ആ ലോഡ് കെയറിങ് വെഹിക്കിൾ ആയിട്ടുള്ള വലിയ ട്രെയിലർ ട്രക്കുകൾ ഇത്രമാത്രം സാധനങ്ങളോടുകൂടി അകത്തോട്ട് കയറി കഴിഞ്ഞാൽ, കരീം ഷാലോം ഗേറ്റ് കഴിഞ്ഞിട്ട് അങ്ങോട്ട് കയറി കഴിഞ്ഞാൽ പിന്നീട് അത് എയ്ഡ് അല്ല, പിന്നീട് അത് പലചരക്ക് സാധനങ്ങളാണ്. അത് ഹമാസിൻ്റെ കച്ചവടത്തിന് വേണ്ടിയിട്ട് യുണൈറ്റഡ് നേഷൻസ് അവിടെ കൊണ്ടുവെക്കുന്ന സാധനങ്ങളാണ്. അത് വിൽപ്പന നടത്തിയിട്ട് ഗാസയ്ക്കുള്ളിൽ നിന്നും പൈസ പിരിക്കുകയാണ് ഹമാസ്. ഇത് ലോകജാലകത്തിലൂടെ പറയാൻ പറ്റണമായിരുന്നു, പക്ഷെ പറഞ്ഞില്ല. ഇനി അത് പോട്ടെ. ഈ കരീം ഷാലോം ഗേറ്റിൽ സാധനങ്ങൾ കെട്ടിക്കിടക്കുകയാണ്. ഇത് സദൻ ഗാസ ഭാഗത്താണ് ഇസ്രായേൽ GHF എന്ന് പറഞ്ഞ ഗാസ ഹ്യൂമാനിറ്റേറിയൻ എയ്ഡ് സംഘടനയുമായിട്ട് ചേർന്ന് എയ്ഡ് വിതരണം നടത്തുന്നത്. നോർത്തേൺ ഗാസ ഭാഗത്ത് ഈ വിതരണം നടക്കുന്നില്ല. അവിടെ മറിച്ച് നോർത്തേൺ ഗാസ ഭാഗത്ത് കോമ്പാറ്റ് ആണ് നടക്കുന്നത്. അവിടെ അടി നടക്കുന്നുണ്ട്. അവിടെ IDF നല്ല രീതിയിൽ ഗ്രൗണ്ട് ഓപ്പറേഷൻ നടത്തുന്നുണ്ട്. ഇതെല്ലാം തന്നെ ഹമാസിൻ്റെ ഡീപ്പ് ലെവലിലുള്ള താവളങ്ങളാണ്. അതുകൊണ്ടാണ് ഇസ്രായേൽ എപ്പോഴും പറയുന്നത്, നിങ്ങൾ സൗത്ത് സൈഡിലേക്ക് വരൂ, എയ്ഡ് തരാം എന്ന്. പക്ഷേ സൗത്ത് സൈഡിലേക്ക് വരാതെ ഞങ്ങൾക്ക് ഞങ്ങളുടെ വീടിൻ്റെ അല്ലെങ്കിൽ ഞങ്ങളുടെ ടെൻറ്റിൻ്റെ മുന്നിൽ തന്നെ എത്തണം എയ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കുറച്ച് ബുദ്ധിമുട്ടാണ്. അതിലുപരിയായിട്ട് ഞാൻ കാണിക്കുന്ന ഫൂട്ടേജസ് എല്ലാം നിങ്ങൾ കണ്ടോളൂ. വളരെ ഡീപ്പായിട്ട് നോക്കണം കേട്ടോ. എത്രമാത്രം ദൂരെ, എത്ര അകലെ ഇരുന്നാണ് ആൾക്കാർ നടന്നു വരുന്നത് എയ്ഡ് മേടിക്കാൻ എന്നുള്ളത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. പിന്നെ ഈ GHF എന്ന് പറഞ്ഞ സംഘടന ഗാസയിൽ എയ്ഡ് വിതരണം തുടങ്ങിയതിന് ശേഷം മാത്രമാണ് ഫ്രീ ആയിട്ട് ഗാസ ജനങ്ങൾക്ക് എയ്ഡ് കിട്ടുന്നത്. നമ്പർ 2, ഇതൊരു വാലിഡ് പോയിന്റ് ആണ്. അതിനു മുമ്പ് വരെ, ഇത് നാൾ വരെ ഗാസയിലുള്ള ജനങ്ങൾ ഈ ഫ്രീ ബീസ് എന്നുള്ളൊരു എയ്ഡ് അവർക്ക് കിട്ടിയിട്ടില്ല. അവർക്ക് ആകെ കിട്ടിയിട്ടുള്ളത് ഈ പബ്ലിക് കിച്ചണിൽ നിന്നും ഈ ചോറും ബിരിയാണി ഇതൊക്കെ കൊടുക്കുന്നത്, വേവിച്ച് കൊടുക്കുന്ന സാധനങ്ങൾ അവർക്ക് കിട്ടിയിട്ടുണ്ട്. അതുപോലെ മില്യൺ കണക്കിൽ മീൽ എവറി ഡേ ഈ GHF എന്ന് പറഞ്ഞ ഈ ഒരു ഗാസ ഹ്യൂമാനിറ്റേറിയൻ എയ്ഡ് സംഘടന സപ്ലൈ ചെയ്യാണ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റാണ്. അപ്പം ഞാൻ കാണിക്കുന്ന ഈ ഒരു ഫുട്ടേജ് നിങ്ങൾ കാണുക. ഇതിനകത്ത് IDFന്റെ സോൾജർ തന്നെ കൃത്യമായിട്ട് ഇതിനെ ഫുട്ടേജ് വീഡിയോ എടുത്ത് പറഞ്ഞിട്ടുണ്ട്. അതായത് 15,000 ബോട്ടിൽ വാട്ടർ അവിടെ വെറുതെ കിടക്കുകയാണ്. ഈ പ്ലാസ്റ്റിക് ബോട്ടലിൽ അടച്ചു വെച്ചിരിക്കുന്ന ഈ വെള്ളം ഇങ്ങനെ വെയിലത്ത് കിടന്നാൽ എന്ത് അവസ്ഥയാവും? പ്ലാസ്റ്റിക് കണ്ടന്റ് അതിൽ കണ്ടാമിനേറ്റഡ് ആവും. ആ രീതിയിൽ ആ വെള്ളം അവിടെ കിടന്ന് നശിക്കുകയാണ്. ഇതാരാണ് ഇതിൻ്റെ ഉത്തരവാദി? ഇത് UN കൊണ്ട് ഇറക്കി വെച്ച, യുണൈറ്റഡ് നേഷൻസ് ഇറക്കി വെച്ച എയ്ഡാണിത്. ഇവരെന്തുകൊണ്ട് ഇതിനെ ഗാസയ്ക്കുള്ളിൽ സപ്ലൈ ചെയ്യുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റ വിഷയമേ ഉള്ളൂ. അവർക്ക് ഈ GHF എയ്ഡ് കൊടുക്കുന്നത് അത് നല്ല രീതിയിലല്ല. ഈ GHF സംഘടനയ്ക്ക് എയ്ഡ് കൊടുക്കാൻ അറിയില്ല. അവരെ ഇവിടെ നിന്ന് കെട്ടിക്കണം. കാരണം എന്താണ്? GHF ഫ്രീ ആയിട്ടാണ് കൊടുക്കുന്നത്. GHF ആർക്കും പൈസയ്ക്ക് കുറിപ്പെഴുതി കൊടുത്തിട്ടില്ലെങ്കിൽ പൈസ മേടിച്ചുകൊണ്ടല്ല ഈ ഒരു ഫ്രീ എയ്ഡ് ഗാസ ജനങ്ങൾക്ക് കൊടുക്കുന്നത്. വളരെ ആത്മാർത്ഥമായിട്ട് തന്നെയാണ് അവരവിടെ സർവീസ് ചെയ്യുന്നത്. ഇത് നമ്മളുടെ മലയാളം മീഡിയ ഒരിക്കലും എടുത്ത് പറയാൻ താല്പര്യപ്പെടത്തില്ല. അതുകൊണ്ട് തന്നെയാണ് നമുക്കിത് പറയേണ്ടി വരുന്നത്. രണ്ടാമത്, ഹമാസിൻ്റെ ഉദ്ദേശം എന്താണ്? ഹമാസിൻ്റെ ക്യാഷ് ഫ്ലോ നിന്നു. അത് നിലയ്ക്കാനുള്ള കാരണം വേറെ ഒന്നുമില്ല. ഈ GHF സംഘടന വന്ന് ഈ എയ്ഡ് സർവീസ് തുടങ്ങിയത് കൊണ്ട് മാത്രമാണ് ഈ
ഈ ഹമാസിന്റെ ക്യാഷ് ഫ്ലോയ്ക്ക് വലിയ തോതിലുള്ള ഒരു കുറവ് രേഖപ്പെടുത്തിയത്. ഇപ്പം മുഴുവൻ ഗാസയിലും എയ്ഡ് വിതരണം നടത്തി അവർക്ക് പൈസ പിരിക്കണം. അതാണ് വേണ്ടത്. ഈ പൈസ ഇസ്രായേലിനെതിരെ തന്നെ ഉപയോഗിക്കണം. അപ്പം എയ്ഡ് കഴിക്കാൻ ആഹാരം കൊടുത്താൽ പോലും, കഴിക്കാൻ ഭക്ഷണം കൊണ്ട് കൊടുത്താൽ പോലും അതിനെ വിറ്റ് പൈസ ഉണ്ടാക്കി യഹൂദനെ തിരിച്ചടിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഒരു കൂട്ടം ആൾക്കാരാണ് ആ ഗാസയ്ക്കുള്ളിലുള്ളത്. അത് നമ്മൾ ആദ്യം മനസ്സിലാക്കിക്കൊണ്ട് വേണം ഗാസയ്ക്ക് എയ്ഡ് കിട്ടുന്നത്. ഗാസയിലെ കുട്ടികൾ ഇതാ ഇപ്പം മരിക്കും, ഇന്ന് മരിക്കും, നാളെ മരിക്കും എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഈ വക നാടകങ്ങളൊക്കെ ഇറക്കുമ്പോഴത്തേക്കും കുറച്ചൊക്കെ ബുദ്ധി വെച്ചിട്ട്, കുറച്ചൊക്കെ സാമാന്യ ബുദ്ധിക്ക് നിരക്കുന്ന കാര്യങ്ങൾ വെച്ചിട്ട് കാര്യങ്ങൾ കമ്പയർ ചെയ്ത് വിലയിരുത്തിക്കൊണ്ട് വേണം മാധ്യമ പ്രവർത്തകൻ എന്നുള്ള നിലയിലൊക്കെ പ്രവർത്തിക്കാൻ. ഈ പറയാതിരിക്കാൻ വയ്യ. അതിലുപരിയായിട്ട് ഒരു 1.5 മാസങ്ങൾക്ക് മുമ്പ് BBC ഉൾപ്പെടെ CNN ഉൾപ്പെടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏതാണ്ട് ലക്ഷക്കണക്കിന് കുട്ടികൾ മരിക്കാൻ കിടക്കുന്നു എന്നുള്ള വാർത്തയാണ് ഒരു 1.5 മാസത്തിന് മുമ്പ് അടിച്ചിറക്കിയത്. എന്നിട്ട് അവിടെ ലക്ഷക്കണക്കിൽ 1.5 ലക്ഷത്തിലധികം കുട്ടികൾ അവിടെ മരണപ്പെട്ടോ ഈ വിശപ്പ് കൊണ്ട്. അതായത് ഗാസയിൽ യുദ്ധം തുടങ്ങിയിട്ട് വർഷങ്ങളായി. ടെന്റിന്റെ ഉള്ളിലാണ് താമസം. എന്നാൽ പിന്നെ അവിടെയെങ്കിലും കുറച്ച് അടങ്ങി ഒതുങ്ങി ജീവിച്ചുകൂടെ? യുദ്ധകാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പം നമുക്ക് ഇപ്പം റിപ്രൊഡക്ഷൻ ഒന്നും വേണ്ട, കുറച്ച് നമ്മൾക്ക് നിർത്തിവെക്കാം. യുദ്ധങ്ങളൊക്കെ തീർന്ന് നമ്മളൊരു സമാധാനമായിട്ടുള്ള ജീവിതം, ഒരു വീടും കൂടിയായിട്ടൊക്കെ ജീവിക്കുന്ന ആ ഒരു സാഹചര്യത്തിൽ നമുക്ക് കുട്ടികളെ ഉണ്ടാക്കാം എന്നുള്ള സാമാന്യ ബോധവും കൂടി വേണ്ടതാണ്. അതും അവിടെ ഉണ്ടായില്ല. ആ പ്രായോഗിക ബുദ്ധിയും അവിടെ ഉണ്ടായില്ല എന്നുള്ളതാണ്. ഈ വാർ സോണിൽ പ്രഗ്നന്റ് ആയി ഈ പ്രഗ്നൻസി കാലം മൊത്തം ഈ ഒരു യുദ്ധത്തിന്റെ ഭീഷണിയിൽ ജീവിക്കുന്ന ഒരു മദറിന് എങ്ങനെയാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള കുട്ടികളെ പ്രസവിച്ചെടുക്കാൻ കഴിയുന്നത്? ഒരു ചാൻസ് ആണെന്ന് വേണമെങ്കിൽ നമുക്ക് ആ കുഞ്ഞിന് ഒരു പരീക്ഷണം എന്ന് വേണമെങ്കിൽ അതിനെ വിലയിരുത്താം. ഇവിടെ എല്ലാ സൗകര്യങ്ങളോടും കൂടി തന്നെ ജനിക്കുന്ന കുട്ടികൾ, എല്ലാ സൗകര്യങ്ങളോടും കൂടി ജന്മം നൽകുന്ന കുട്ടികൾക്ക് തന്നെ പല രീതിയിലുള്ള ഓട്ടിസം പോലത്തെ പല അസുഖങ്ങളൊക്കെ വരുന്നു എന്നുള്ളതാണ് പഠനങ്ങൾ തെളിയിക്കുന്നത്. ആ ഒരു സാഹചര്യത്തിലാണ് ഈ യുദ്ധം നടക്കുന്ന ഈ ഒരു ഗാസയ്ക്കുള്ളിൽ മിനിറ്റിന് പ്രസവം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം. ഇതൊക്കെ വളരെ ലജ്ജാകരമാണ്. ഇച്ചിരിയൊക്കെ അടക്കം ഒതുക്കമൊക്കെ ആവാം. ഇനി അങ്ങനത്തെ സാഹചര്യങ്ങളിൽ ജനിക്കുന്ന കുട്ടികൾക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ വരുന്നുണ്ട്. അതിലുപരിയായിട്ട് അവർക്ക് പ്രോപ്പറായിട്ടുള്ള മെഡിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളുണ്ട്, ന്യൂട്രീഷനുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളുണ്ട്. ഇതെല്ലാം ഉണ്ട് എന്നുള്ളതാണ് വസ്തു. മുറാഖ് കോറിഡോർ എന്ന് പറഞ്ഞൊരു കോറിഡോർ ഇസ്രായേൽ ഓപ്പൺ ആക്കി കൊടുത്തിട്ടുണ്ട്. അത് പണ്ട് തൊട്ടേ ഓപ്പൺ ആണ്. അടച്ചിരിക്കുന്നത് കരീം ഷാലോം ത്രൂ ഫിലഡൽഫി കോറിഡോറാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾ മുറാഖ് കോറിഡോർ വഴി നിങ്ങൾ പൊക്കോളൂ എന്നാണ് ഇസ്രായേൽ പെർമിഷൻ കൊടുത്തിരുന്നത്. പക്ഷേ മുറാഖ് കോറിഡോർ വഴി പോവാൻ ഇവർ തയ്യാറല്ല. എന്താണ് നിങ്ങൾക്ക് ആഹാരം കൊണ്ട് കൊടുത്താൽ പോരെ, ജനങ്ങൾക്ക് എയ്ഡ് കൊടുത്താൽ പോരെ? ഇതിനെന്താണ് പ്രശ്നം വെച്ചാൽ ഹമാസ് തയ്യാറാവുന്നില്ല. ഈ എയ്ഡ് മേടിച്ചുകൊണ്ട് പോയിട്ട് സപ്ലൈ ചെയ്യാൻ ഹമാസ് തയ്യാറാവുന്നില്ല. കാരണം ഹമാസും യുണൈറ്റഡ് നേഷൻസിനും ഇങ്ങനെ മച്ചാ കമ്പനിയാണ്. അപ്പൊ ഹമാസിനും പൈസ കിട്ടും. ഇനി ഒരു പക്ഷേ ഈ യുണൈറ്റഡ് എയ്ഡ് കൊണ്ടുവന്ന് കൊടുക്കുന്ന ഈ എംപ്ലോയീസും ചിലപ്പോൾ അതിനകത്ത് കമ്മീഷൻ പറ്റുമായിരിക്കും. ഈ പാവങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുന്നു എന്നുള്ള പേരിൽ കമ്മീഷൻ അടിച്ച് ജീവിക്കുന്ന യുണൈറ്റഡ് നേഷൻസ്, ഹമാസ് ഒരേ ത്രാസിൽ തന്നെയാണ് ഇവർ രണ്ടുപേരെയും വെച്ച് നമ്മൾ നോക്കേണ്ടത്. അല്ലാതെ യുണൈറ്റഡ് നേഷൻസിന് ഒരു പ്രത്യേകതയും ഹമാസിന് ഒരു പ്രത്യേകതയും കൊടുക്കേണ്ട യാതൊരു ആവശ്യമില്ല. കാരണം യുണൈറ്റഡ് നേഷൻസ് ഹമാസിന്റെ കയ്യിൽ കൊണ്ട് കൊടുത്തിട്ട് ബ്ലിങ്കസി അടിച്ച് തിരിച്ചു പോകുന്നെന്ന് എനിക്ക് തോന്നുന്നില്ല. ഹമാസ് പിരിച്ചെടുക്കുന്ന പൈസയിൽ ഒരു വിഹിതം ഈ യുണൈറ്റഡ് നേഷൻസിന്റെ കയ്യിലും എത്തുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അല്ലാതെ ഇതിനകത്ത് യാതൊരു മാർഗവുമില്ല. അല്ലെങ്കിൽ ഒരുത്തൻ ഫ്രീ ആയിട്ട് കൊണ്ട് കൊടുക്കുന്ന സാധനം ഒരുത്തൻ പൈസയ്ക്ക് വിൽക്കുന്നു എന്നുള്ളത് അറിഞ്ഞുകൊണ്ട് ഒരുത്തൻ അവന് വേണ്ടി ഇവിടെ കാത്തു കെട്ടി വെച്ചിരിക്കുമോ? ഈ സാധനങ്ങളൊന്നും ലോഡ് ചെയ്ത് ഗാസയ്ക്കുള്ളിൽ കൊണ്ട് കൊടുക്കാണ്ട്. ഇതൊക്കെ നേരെ ചൊവ്വയുള്ള കാര്യങ്ങളാണ്. ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇസ്രായേൽ അനുകൂലിയും ഗാസയ്ക്കെതിരെ സംസാരിക്കുന്നവനും ആവും. അങ്ങനെ കുറേ എണ്ണങ്ങൾ വരും. ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് പറഞ്ഞാൽ ഹമാസിന് ഈ എയ്ഡ് വിറ്റ് പൈസ ഉണ്ടാക്കി ജീവിച്ചുകൊണ്ടിരുന്നവന്മാരാണ് ഹമാസ്. ഈ എയ്ഡ് GHF ഏറ്റെടുത്ത് ഇസ്രായേലിന്റെ നേതൃത്വത്തിൽ വിതരണം തുടങ്ങിയത് മുതൽ അവന്മാർക്ക് പ്രശ്നമാണ്. കാരണം അവരുടെ ക്യാഷ് ഫ്ലോ, ഗാസയ്ക്കുള്ളിൽ തന്നെ റൊട്ടേറ്റ് ചെയ്യുന്ന ഒരു ക്യാഷ് ഫ്ലോ ഉണ്ട്. ആ ക്യാഷ് ഫ്ലോ നിലച്ചു. ഇപ്പൊ 5 പൈസ എടുക്കാനില്ലാത്ത അവസ്ഥയിലാണ് ഇരിക്കുന്നത്. അതുകൊണ്ടാണ് അവർ ഏറ്റവും കൂടുതൽ പ്രഷർ ഇട്ട് എങ്ങനെയെങ്കിലും ഈ ഒരു എയ്ഡ് സംവിധാനം നമ്മളുടെ കയ്യിൽ തന്നെ തിരിച്ചു കൊണ്ടുവരണം. കാരണം ഗാസ എന്ന് പറഞ്ഞാൽ അത്ര ഏരിയയിൽ, ഗാസ എന്ന് പറഞ്ഞത് ചെറിയ ഏരിയ ഗ്ലോബൽ വ്യൂ പോയിന്റിൽ, പക്ഷേ ഹമാസ് എന്ന് പറഞ്ഞ സംഘടനയെ വെച്ച് നോക്കുമ്പോഴത്തേക്കും അവർക്ക് നല്ല രീതിയിലുള്ള ഒരു റവന്യൂ ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഇനഫ് ഏരിയ ഉണ്ട് അവിടെ. അതിൽ നിന്നാണ് അവർ പൈസ കണ്ടെത്തിക്കൊണ്ടിരുന്നത്. എന്തിന് ഫ്രീ ആയിട്ട് കൊടുക്കുന്ന എയ്ഡ് ഇവന്മാർ പൈസയ്ക്ക് കൊടുക്കുന്നു? ഇതെല്ലാം തന്നെ യുണൈറ്റഡ് നേഷൻസ് അറിഞ്ഞുകൊണ്ട് തന്നെയാണല്ലോ ഈ പ്രവൃത്തി നടക്കുന്നത്. ഇതിനെ ഒരുത്തനും ചോദിക്കുന്നില്ല. ഫ്രീ ആയിട്ട് കിട്ടുന്ന സാധനം പൈസയ്ക്ക് എന്തിനു കൊടുക്കുന്നതെന്ന് ഒറ്റ ചോദ്യം ഏതെങ്കിലും ഒരു മാധ്യമം, BBCയോ CNN എവനെങ്കിലും എഴുതിയിട്ടുണ്ടോ? എന്തിനാ ഇവന്മാർ ഇത് ചെയ്യുന്നത്? എനിവേ, അത് വായിച്ചെടുത്തിട്ട് അങ്ങനെ തന്നെ ചൂടപ്പം പോലെ മലയാളം മീഡിയയിൽ ഛർദ്ദിച്ചു വെക്കുന്ന കുറേ മാധ്യമ പ്രവർത്തകരുണ്ട് ഇവിടെ. ഇനി അവരെങ്കിലും അവരുടെ സ്വന്തം ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് ഈ വിഷയം പറയാൻ താല്പര്യപ്പെടുന്നോ? പറയില്ല. അതിന് പിന്നിലൊക്കെ സ്വാർത്ഥ താല്പര്യങ്ങളുണ്ടാവും, പരസ്യങ്ങൾ കുറേ കിട്ടുമെന്നേ.
ആ പരസ്യങ്ങളൊക്കെ അങ്ങ് അടിയിൽ കൂടെ അങ്ങ് ഒലിച്ചു പോകും. പിന്നെ ഇങ്ങനെ പറയാൻ പറ്റും. ഇനി ഹമാസ് സീസ് ഫയറിന് സമ്മതിക്കാത്തത് എന്തെന്നും കൂടി ഞാൻ പറഞ്ഞു വെച്ചേക്കാം. ഹമാസ് സീസ് ഫയറിന് സമ്മതിക്കാത്തത്, ഇസ്രായേൽ ഓക്കെ സീസ് ഫയർ എന്ന് പറഞ്ഞ് മുന്നോട്ട് പോയ സമയത്ത് ഹമാസിന് നല്ല രീതിയിൽ അറിയാം ഈ ബന്ദികൾ മൊത്തം മോചിപ്പിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഹമാസിനെ തൂത്തുപറക്കി ഇസ്രായേൽ അങ്ങ് കളയും എന്നുള്ളത് ഹമാസിന് ഉറപ്പായിട്ട് അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ അതിനുവേണ്ടി എന്താണ് ചെയ്യുന്നത് പറഞ്ഞാൽ, ഹമാസ് ഇപ്പം ഇസ്രായേലിൻ്റെ ഉള്ളിൽ ഒരു പൊളിറ്റിക്കൽ അൺസർട്ടനിറ്റി ഉണ്ട്. അത് ഞാൻ ഇതിനു മുമ്പുള്ള പല വീഡിയോകളിലും പറഞ്ഞിട്ടുണ്ട്. അവിടുത്തെ പാർട്ടിയുടെ സീറ്റുകൾ, പാർട്ടിയുടെ ഫ്രാക്ഷൻസ് എല്ലാം കുറിച്ച് നമ്മൾ ഇതിനു മുമ്പ് തന്നെ സംസാരിച്ചിട്ടുണ്ട്. ഇപ്പം ഇസ്രായേലിൻ്റെ ഉള്ളിൽ നടക്കുന്ന ഒരു വിഷയം എന്ന് പറഞ്ഞാൽ ഈ ഹെർദി എന്ന് പറഞ്ഞ ഓർത്തഡോക്സ് വിഭാഗത്തിൽപ്പെട്ട ഈ ആൾക്കാർ IDF സെർവ് ചെയ്യാൻ തയ്യാറല്ല. അത് ശരിക്കും പറഞ്ഞാൽ ഇസ്രായേലിനെ പോലത്തെ ഒരു ഡെമോക്രാറ്റിക് രാജ്യത്തിന് ചേർന്ന പരിപാടിയല്ല. അത് തന്നെയാണ് നെതന്യാഹു പറഞ്ഞു വെക്കുന്നത്. കാരണം നിങ്ങൾ മാത്രം ഈ യുദ്ധത്തിൽ പങ്കെടുക്കുന്നില്ല, അപ്പോൾ ഈ രാജ്യത്തിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് യാതൊരു കടപ്പാടുമില്ലേ? നിങ്ങൾക്ക് യാതൊരുവിധ കമ്മിറ്റ്മെൻറ്റും ഈ രാജ്യത്തിനോടില്ലേ? ഇത് ന്യായമായിട്ടുള്ള ചോദ്യമാണ്. ഒരു ഡെമോക്രാറ്റിക് രാജ്യമല്ലേ? അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ലെജിസ്ലേഷൻ ലോ പാസ്സാക്കി 11+7 രണ്ട് ഓർത്തഡോക്സ് പാർട്ടിയിൽപ്പെട്ട 18 സീറ്റോളം ഹോൾഡ് ചെയ്യുന്ന ഈ ഹെർദി കമ്മ്യൂണിറ്റി എന്ന് പറയുന്ന തീവ്ര ജൂവിഷ് ഓർത്തഡോക്സ് കമ്മ്യൂണിറ്റി അവർ ഇറങ്ങിപ്പോവുകയാണ് ചെയ്തത്. അപ്പോൾ ഈ റെസൊല്യൂഷൻ പാസ്സാക്കാൻ വിടരുത് നെതന്യാഹുവിനെ. ഈ റെസൊല്യൂഷൻ പാസ്സാക്കി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഈ ഹെർദി കമ്മ്യൂണിറ്റി മിലിറ്ററിയിൽ വന്ന് സെർവ് ചെയ്യേണ്ടി വരും. അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് അവർ എന്ത് ചെയ്യുന്നത്? അവർക്ക് കൊടുക്കപ്പെട്ടിരുന്ന മിനിസ്ട്രിയൽ ലെവൽ പൊസിഷനിൽ നിന്ന് അവർ റിസൈൻ ചെയ്ത് കഴിഞ്ഞ ആഴ്ച സംഭവിച്ച സംഭവമാണ്. അപ്പോൾ അത് ശരിക്കും ഒരു സൂചന എന്തിനാണ്? നെതന്യാഹുവിന് കൊടുക്കുന്ന ഒരു സൂചനയാണ്. നെതന്യാഹുവിന് അവർ പറയാതെ പറയാണ്, നീ ഇനി ഈ ഒരു റെസൊല്യൂഷനുമായിട്ട് ഞങ്ങളെ മിലിറ്ററിയിൽ വന്ന് പണിയെടുക്കണം എന്ന് നിങ്ങൾ കൂടുതലായിട്ട് ഈ ഹെർദി എന്ന് പറഞ്ഞ ഈ ഒരു ഓർത്തഡോക്സ് വിഭാഗത്തിനെ നിങ്ങൾ നിർബന്ധിച്ച് റെസൊല്യൂഷൻ പാസ്സാക്കി മിലിറ്ററിയിൽ കൊണ്ട് പണിയെടുപ്പിക്കുന്നു എങ്കിൽ ഞങ്ങൾ ഈ സർക്കാരിനെ വലിച്ച് താഴെയിടും. അതിൻ്റെ സൂചനയാണ് ഈ ഒരു മിനിസ്റ്റീരിയൽ ലെവലിലുള്ള അവരുടെ പൊസിഷൻസ് എല്ലാം തന്നെ അവർ റിസൈൻ ചെയ്തത്. അത് ഏതാണ്ട് 18 സീറ്റ് വരും. ഈ ഹെർദി കമ്മ്യൂണിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട ഓർത്തഡോക്സ് നെസറ്റിൻ്റെ ഉള്ളിൽ ബെഞ്ചമിൻ നെതന്യാഹുവിന് കൊടുത്തിരിക്കുന്ന പിന്തുണയിൽ 18 സീറ്റുണ്ട് അവർക്ക്. അപ്പോൾ അങ്ങനെ 61 സീറ്റുമായിട്ട് തുടർന്ന് നെതന്യാഹുവിന് 18 സീറ്റ് പോയി കഴിഞ്ഞാൽ ഭരണം താഴെ വീഴും. അപ്പോൾ അതുകൊണ്ട് അവരിപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ മിനിസ്റ്റീരിയൽ ലെവലിൽ മാത്രമാണ് ഇപ്പോൾ ഈ ഒരു സപ്പോർട്ട് പിൻവലിച്ചിരിക്കുന്നത്. ഇനി ഞങ്ങൾ നെസറ്റിലെ പിന്തുണ ഞങ്ങൾ പിൻവലിച്ചു കഴിഞ്ഞാൽ ഈ സർക്കാർ നിലംപൊത്തും, ഉറപ്പാണ്. അപ്പോൾ ഈ ഒരു സാഹചര്യം വളരെ കീനായിട്ട് മോണിറ്റർ ചെയ്തിരിക്കുകയാണ് ഹമാസ്. ശരിക്കും ഹമാസ് സീസ് ഫയർ ഡീലിന് സമ്മതിച്ച് മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് ഇസ്രായേലിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നത്. അപ്പോൾ ഈ ഒരു സംഭവം അവർ ഓപ്പർച്യൂണിറ്റി ആയിട്ട് കണ്ടുകൊണ്ട് കുറച്ച് ലാഗ് ചെയ്യാം, കുറച്ച് നമുക്ക് വലിച്ചഴയ്ക്കാം. കാരണം കുറച്ച് നീട്ടിക്കഴിഞ്ഞാൽ ഈ ഹെർദി ജൂവിഷ് ഓർത്തഡോക്സുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ എന്തെങ്കിലും ഒരു തീരുമാനമാവും. ഇനി ഒരു പക്ഷേ അവരെങ്ങാനും ഈ ഗവൺമെൻറ്റിനെ വലിച്ച് താഴെ ഇടുന്നുവെങ്കിൽ തീർച്ചയായിട്ടും വേറൊരു ഭരണാധികാരി വന്നു കഴിഞ്ഞാൽ നെഗോസിയേഷൻ കുറച്ചുകൂടെ എളുപ്പമാവും. കാരണം നെതന്യാഹു ഈ യുദ്ധത്തിനെ, അതായത് ഈ ഫാർ റൈറ്റ് വിഭാഗത്തിൽ തന്നെ നെതന്യാഹു ഈ ഒരു യുദ്ധത്തിനെ അപ്രോച്ച് ചെയ്ത രീതി ശരിയല്ല എന്നുള്ള രീതിയിലുള്ള വിമർശനങ്ങളൊക്കെ മുന്നോട്ട് വരും. തന്നെ കഴിഞ്ഞ സീസ് ഫയർ ഡീൽ സൈൻ ചെയ്തതിന് തന്നെ നെതന്യാഹുവിന് ഒരുപാട് ബുദ്ധിമുട്ടുകളും പ്രഷറൊക്കെ ഉണ്ടായിരുന്നു. അത് തീർച്ചയായിട്ടും ഈ ബെസായൽ സ്മൂട്രിച്ച് അതേപോലെ ബെൻഗിവർ ഉൾപ്പെടെയുള്ള ഫാർ റൈറ്റിൽപ്പെട്ട നേതാക്കളെല്ലാം തന്നെ നെതന്യാഹുവിന് എതിരായിരുന്നു ആ ഒരു സമയത്ത്. ഈ സാഹചര്യം കഴുകന്മാരെ പോലെ ഹമാസ് കാത്തിരിക്കുകയാണ്. ഇസ്രായേലിന്റെ ഉള്ളിൽ ഗവൺമെന്റിന്റെ ഒരു ഭരണ വീഴ്ച അത് അവർ കണക്കാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അവർ സീസ് ഫയർ ഡീലിൽ സമ്മതിക്കാത്തത്. കുറച്ച് ലാഗ് ചെയ്ത് ടൈം എടുത്ത് നമുക്ക് ഓക്കെ പറയാം. ഒരു പക്ഷേ നെതന്യാഹു പൊസിഷനിൽ നിന്ന് സ്റ്റെപ്പ് ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ, പുതിയൊരു ലീഡർ വന്നു കഴിഞ്ഞാൽ, അടുത്ത ഇലക്ഷൻ നടന്ന് പുതിയൊരു ലീഡർ വന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് നെഗോസിയേഷൻ കുറച്ചുകൂടെ ഈസി ആവും എന്നുള്ള നിലയിൽ അവർ കരുതുന്നുണ്ട്. അതാണ് അതിൻ്റെ പ്രത്യേകത. അപ്പോൾ ഇതൊക്കെയാണ് ഗാസയ്ക്കുള്ളിൽ നടക്കുന്നത്. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, ഞാൻ കാണിച്ച ഈ ഒരു വീഡിയോയിൽ ഈ എയ്ഡ് സംവിധാനം എന്ന് പറയുന്നത് ഈ കെട്ടിക്കിടക്കുന്ന എയ്ഡുകൾ മൊത്തം UN കൊണ്ട് കരീം ഷാലം ഗേറ്റിൻ്റെ ഉള്ളിൽ വെച്ചിരിക്കുന്നതാണ്. ഇനി ഇസ്രായേൽ എന്താണ് ചെയ്യുന്നത്? ഇസ്രായേൽ തുടർച്ചയായിട്ട് എയ്ഡ് സ്കൈ ഡ്രോപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് ഡയറക്റ്റായിട്ട് തന്നെ സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഗാസ ജനങ്ങൾ, ഈ എയ്ഡ് കിട്ടുന്ന ജനങ്ങൾ പരമാവധി ഹാപ്പിയാണ്. കാരണം അവർ ജീവിതത്തിൽ തന്നെ ആദ്യമായിട്ടാണ് ഫ്രീ ആയിട്ട് എയ്ഡ് മേടിക്കുന്നത്. പിന്നെ പരാതികളും പരിഭവങ്ങളൊക്കെ ഉണ്ടാവും. അതിൻ്റെ കാരണം വേറെ ഒന്നുമല്ല, ഇപ്പോഴാണ് ഫ്രീ എയ്ഡ് കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് ഉന്തും തള്ളും കുറച്ച് കൂടുതലാണ്. അത് എവിടെ ഫ്രീ ആയിട്ട് ഇത്തിരി ഭക്ഷണം കൊടുത്താലും ഉന്തും തള്ളും ഉണ്ടാവും. പ്രത്യേകിച്ച് ഭക്ഷണം കിട്ടാത്ത അവസ്ഥയിൽ കിടക്കുന്ന ആൾക്കാരാകുമ്പോഴത്തേക്കും നല്ല രീതിയിൽ ഉന്തും തള്ളും ഉണ്ടാവും. അത് റിയാലിറ്റിയാണ്. പക്ഷേ ഭൂരിഭാഗം ഗാസ ജനങ്ങളും ഇപ്പോഴത്തെ എയ്ഡ് സംവിധാനത്തിൽ ഹാപ്പിയാണ്. പക്ഷേ മാധ്യമ നറേറ്റീവ് അത് വളരെ ബാഡാണ്. കാരണം മാധ്യമങ്ങൾ നറേറ്റീവ് ഇങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത്. ഞാൻ GHF എന്ന് പറഞ്ഞ
ഗാസ ഹ്യൂമാനിറ്റേറിയൻ എയ്ഡ് ആ ഫൗണ്ടേഷൻ്റെ ആ ഒരു വ്യക്തി, ആ ഫൗണ്ടേഷൻ നയിക്കുന്ന വ്യക്തി തന്നെ ഒരു ബ്രിട്ടീഷ് മീഡിയയ്ക്ക് കൊടുത്ത ഇൻ്റർവ്യൂ, ഇന്നലെ വൈകുന്നേരം കൊടുത്ത ഇൻ്റർവ്യൂ ആണിത്. ആ ഇൻ്റർവ്യൂവിൽ നിങ്ങൾ നോക്കൂ റിച്ചാർഡ് എന്താണ് പറയുന്നുള്ളത്. This is 672 bottles of water. 672. How many of these are there? So what is that, like 1,300, 2,600, 3,900, 5,200? I'm terrible at math. There's like 15,000 bottles of water here. There's 15,000 bottles of water that people could be drinking, but they're not, because of the United Nations. Wonderful work, everyone. Great job. I'm Richard Kemp here at one of the Gaza Humanitarian Foundation's distribution centres inside Gaza. You will have heard a lot of propaganda about violent attacks in and around the GHF sites here. It's all lies generated by Hamas in order to discredit the GHF. The Hamas hate the GHF because the GHF delivers aid directly into the hands of the Gazan people without being seized by Hamas and sold at a profit. Very many of the people behind me here have told me it's the first time they've ever received free aid. So don't believe the propaganda that's been churned out by Hamas and amplified by too much of the international and national media. Richard Kemp at one of the GHF food distribution centres inside Gaza. As you can see behind me, there are a large number, around about 20,000 Gazans have come here to collect aid delivered into Gaza by the Gaza Humanitarian Foundation. And there's about 20 trucks worth of food behind me. Most of the people are very happy, I think, to be getting this aid compared to what existed before the GHF started operations, which in many cases was very little or none. So I think the Gaza Humanitarian Foundation, to me, seems to do an extraordinary job here in Gaza. And I hope that some of the international aid and humanitarian organisations that have rejected the GHF's work will rethink this. This is a really important mission that the GHF is carrying out in the interest of the welfare and feeding of the people of Gaza. റിച്ചാർഡ് കം പറയുന്നത് വളരെ വ്യക്തമാണ്. അതായത് ഗാസയ്ക്ക് GHA എയ്ഡ് പെർഫെക്റ്റ് ആയിട്ട് കൊടുക്കുന്നുണ്ട്. പക്ഷേ ഹമാസിൻ്റെ താല്പര്യം എന്ന് പറഞ്ഞാൽ ഇതിനെ നിർത്തിക്കണം, ഇതിനെ പൂട്ടിച്ചിട്ട് മൊത്ത എയ്ഡും അവന്മാരുടെ പോക്കറ്റിൽ മേടിച്ചിട്ട് പൈസയ്ക്ക് വിൽക്കണം. വീഡിയോ നമ്മൾ അന്നാളൊരു വീഡിയോ പങ്കുവച്ചില്ലേ, ബനാന മാംഗോ ബിരിയാണി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വീഡിയോ ഇട്ടത്, ഈ തുരങ്കത്തിൻ്റെ ഉള്ളിൽ മാളത്തിൻ്റെ ഉള്ളിൽ ഒളിച്ചിരുന്നുകൊണ്ട്. ആ രീതിയിൽ അവന്മാർക്ക് സുഖിച്ച് ജീവിക്കണം. ഇതാണ് വേണ്ടത്. ഇത് ഈ ലോകജാലകം മാത്രമല്ല, വേറൊരു ചേച്ചിയുണ്ട്, അവർ കാനഡയിൽ നിന്ന് വീഡിയോ ഇടുന്നതാണ്. അവർ എനിക്ക് ഒരു പാർട്ടിയിലും മെമ്പർഷിപ്പ് ഇല്ല, ഇറസ്പെക്റ്റീവ് ഓഫ് പൊളിറ്റിക്കൽ പാർട്ടി. അവർ ഏറ്റവും കൂടുതൽ കമ്മ്യൂണിസത്തിന് സപ്പോർട്ട് ചെയ്യുന്ന ഒരു ലേഡിയാണ് അവർ കാനഡയിൽ നിന്ന് വീഡിയോ ഇടുന്നുണ്ട്. അവരും ഗാസയെക്കുറിച്ച് ഭയങ്കരമായിട്ട് സെന്റിമെന്റ് ഇറക്കി വീഡിയോ ഇട്ടിട്ടുണ്ട്. പക്ഷേ ഗാസയിലെ റിയാലിറ്റി ഇതാണ്. As though we are applying a campaign of starvation in Gaza. What a bold-faced lie. There is no policy of starvation in Gaza, and there is no starvation in Gaza. We enable humanitarian aid throughout the duration of the war to enter Gaza. Otherwise, there would be no Gazans. And what is interdicted the supply of humanitarian aid is one force. ഇപ്പൊ ഇവർക്കെല്ലാം, ഈ മാധ്യമങ്ങൾക്കെല്ലാം വേണ്ടത് എന്താണ്? ഇസ്രായേലി എയ്ഡ് സംവിധാനം GHFനെ ഒക്കെ ഒഴിവാക്കി വിട്ടിട്ട് ഹമാസിന്റെ കയ്യിൽ കൊടുത്തിട്ട് നിങ്ങൾ ഇനി വിറ്റോളൂ, അതായത് നിങ്ങൾ കച്ചവടം നടത്തിക്കോളൂ എന്ന് പറഞ്ഞിട്ട് മാറി വരണം അത്രേ. ഇതാണോ ഇവരൊക്കെ ഉദ്ദേശിക്കുന്നത്? അപ്പോൾ എന്തായാലും നമ്മൾ കൃത്യമായിട്ടുള്ള വാർത്തയാണ് തരുന്നത്. നിങ്ങൾ വിശ്വസിച്ചാലും വിശ്വസിച്ചില്ലെങ്കിലും ഇതാണ് ഫാക്റ്റ്. അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വിഷയങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.